ഈ നാടിന്റെ യുവതയോട്, ഈ രാജ്യത്തിന്റെ യൂത്തിനോട് വീട്ടിൽ പോയിരിക്കാൻ പറയണം. ആരാണ് വരും ഇത് പറയാൻ? നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നേക്കണം. അവിടെ കയറിയിട്ട് ഡയലോഗ് അടിച്ചിട്ട് 4 ഫോളോവേഴ്സിനെ കൂട്ടാൻ കരുതരുത്. എനിക്ക് വന്ന ഓഫർ എന്ന് വെച്ചാൽ ഒരു വീഡിയോക്ക് 28,000 രൂപ വെച്ച് ഈ സമരത്തിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. ഒന്നിനും കഴിയാത്ത ജെൻസി എന്നാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാത്തിനും കഴിയുന്ന ജെൻസിയാണ് ഈ നാട്ടിൽ, ദ പൊളിറ്റിക്കൽ ജെൻസി. ഡൽഹി പോലീസിന്റെ ഒരു ക്രൂര മനോഭാവം നമ്മളവിടെ പലതവണ കണ്ടു. ആ സമരത്തിൽ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുളവടി എടുത്തിട്ട് തലക്കടിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിൻ്റെ രീതികൾ തന്നെയായിരുന്നു ഈ സമരത്തിൻ്റെ വിജയം. അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിന് ആ ക്രെഡിറ്റേ കൊടുക്കുന്നുള്ളൂ. ചാണകക്കുഴിയിൽ നിന്ന് ചന്ദനം മണക്കില്ലല്ലോ. ഗോദി മീഡിയ മുഴുവൻ ഇത് മറച്ചു വെച്ചപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നത് നമ്മൾ അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഞങ്ങൾക്ക് സെല്യൂട്ട് അടിക്കേണ്ടി വരും. ഭൂരിഭാഗം മാധ്യമങ്ങളും അതിന് പിന്തുണച്ചു. അതിൽ മുഖ്യ പങ്കുവഹിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. ഈ സമരത്തിൽ നിന്ന് ഇടതുപക്ഷവും അതുപോലെ തന്നെ മതനിരപേക്ഷ ചേരിയിലുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും സാമൂഹിക കൂട്ടായ്മകളും പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യായിക്കോ, അതിൽ തെറ്റില്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ യുവത ഇന്നാട്ടിലൊരു പ്രതിഷേധ പോരാട്ടത്തിന് രാജ്യ തലസ്ഥാനത്ത് ഒത്തൊരുമിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്നിട്ട് കുത്താൻ ഒരാളെയും സമ്മതിക്കില്ല. നിങ്ങൾ ഈ രാജ്യത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ചെയ്ത്തായി പോയി അതെന്ന് ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇതുപോലൊരു സമരം നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ല. നമുക്കറിയാം, കർഷക സമരം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. കർഷക സമരം ഒരു സമര രീതിയായിരുന്നു. എന്നാൽ ഈ ഒരു സമരം എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈനായും ഓഫ്ലൈനായും വലിയ രീതിയിൽ അവർക്ക് നേരിടാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമരമായിട്ടായിരുന്നു നമ്മളത് കണ്ടത്. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കകത്തുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ആ സമരത്തെ വീക്ഷിക്കുന്ന ആളുകളെ 3 തരത്തിലാണ് നമ്മൾ കാണുന്നത്. 3 തരത്തിൽ കാണുന്നതെന്ന് പറയുമ്പോൾ, ആ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ആ സമരത്തോട് എതിർക്കുന്ന ആളുകളുണ്ട്, ആ സമരത്തോട് വെൽ ബാലൻസ്ഡ് എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്, ഡിപ്ലോമാറ്റിക്. യെസ്. അപ്പോൾ അത്തരത്തിലുള്ള 3 കൂട്ടരുള്ളൊരു ഇടത്ത് നിന്ന് ആ സമരത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ആ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ആ സമരത്തിലേക്ക് ഈ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. തീർച്ചയായിട്ടും. ആ യാത്ര തുടങ്ങാൻ നിങ്ങളെ കാരണമാക്കിയ ഒരു സന്ദർഭം എന്തായിരുന്നു? അവിടുന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. തീർച്ചയായിട്ടും. എന്നെപ്പോലെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ സമരത്തോട് ശരീരം എവിടെയും മനസ്സവിടെയും വെച്ചിരുന്ന എത്രയോ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് രാജ്യത്തിൻ്റെ പല വിവിധ ഭാഗങ്ങളിലുണ്ടാകും. പക്ഷെ എനിക്ക് നേരിട്ടറിയുന്ന എത്രയോ ആളുകൾ നമ്മളവിടെ എത്തുന്ന നേരം നമ്മോട് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ശരീരം എവിടെ ഉള്ളൂ, മനസ്സ് മുഴുവൻ ജന്തർ മന്ദറിലാണ്, ഡൽഹിയിലാണ്. അതിനൊരു കാരണം, നമ്മളൊരിക്കലും ഒരു സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആർക്കു മുമ്പിലും വഴങ്ങിയിട്ടോ അവർക്ക് കീഴ്പ്പെട്ടിട്ടോ എന്നുള്ളൊരു സമൂഹമൊന്നുമല്ല. പ്രതിരോധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇതിലും 3 തരം ആളുകളുണ്ട്. എതിർക്കുന്നവർ, അനുകൂലിക്കുന്നവർ, രണ്ടിലും പെടാതെ നിൽക്കുന്നവർ. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അപകടം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. എതിർക്കുന്നവർ എതിർക്കുകയാണ്, അവരുടെ രാഷ്ട്രീയ ധാര എതിർക്കുന്ന ആശയമുണ്ട്, അവർ എതിർക്കുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫോളോവേഴ്സ് കുറയുന്നു, അല്ലെങ്കിൽ 2 തലയിലും, നമ്മളെ നാടൻ പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ 2 തോണിയിലും കാലിട്ട് വെക്കുന്ന ഒരവസ്ഥ ചില ആളുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമ്മുടെ സ്വന്തം നാടിന് ഒറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ സോഷ്യൽ മീഡിയ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വന്ന ഓഫർ എന്ന് വെച്ചാൽ ഒരു വീഡിയോക്ക് 28,000 രൂപ വെച്ച് അതിന് മുകളിലേക്ക് എമൗണ്ട് ഈ സമരത്തിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. എന്നെപ്പോലെ എവിടെയില്ലാത്ത ഒരാൾക്ക് ഇത്ര അവർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ് എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിച്ച് പാടുന്നവർക്ക് എത്ര കിട്ടിക്കാണും? ഫണ്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഫണ്ടിങ് ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്ലോമാറ്റിക് നിലപാട് വരുന്നത്. ഉപദേശവും രണ്ടും ഒക്കെ കൂടെ സമന്വയിപ്പിച്ച് നമ്മളോട് പറയുകയാണ്. എന്നിട്ട് ഇന്ന് അവരൊക്കെ തന്നെ ഈ നാട്ടിലോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വീട്ടിൽ പോകാനല്ല പറഞ്ഞത്. ഞാനത് കേൾക്കുന്നത് ഒരുപക്ഷെ ആ ഒരു സമരത്തിൻ്റെ വൈകാരികതയിൽ ഇരുന്നിട്ടാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തന്നെ അത് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഓർഗാനിക് ദേഷ്യമുണ്ട്. അത് ഭയങ്കരമായിരുന്നു. കാരണം പണ്ട് ഗാന്ധിജിയും ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാട്ടം നയിച്ച
പല വ്യക്തിത്വങ്ങളും ഈ പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇവരവരോട് ചോദിക്കുമായിരുന്നില്ലേ, എന്തിനാ നിങ്ങൾ ഈ സമയത്ത് പോരാട്ടത്തിന് പോണത്, വീട്ടിലിരുന്നൂടെ, നിങ്ങൾക്ക് കുട്ടികളില്ലേ, കുടുംബമില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അക്കാലത്തെ യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സമരത്തിന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ നാടിന് സ്വാതന്ത്ര്യമില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നമ്മൾ ഓടിച്ചതാണ്, അവരിത് ഇട്ടെറിഞ്ഞു പോയതൊന്നല്ല. ഈ നാടിൻ്റെ സമര പോരാട്ടത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് ഓടിപ്പോയതാണ്. അത് ഈ നാടിന് മൊത്തം അറിയുന്ന ചരിത്രമാണ്. എക്കാലത്തും അങ്ങനെയാണ്. നമ്മളൊരു സേഫ് സോൺ പിടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. എതിർക്കുന്നവർ അവരുടെ രാഷ്ട്രീയമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ പറയുന്ന സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്നത്. സംഘപരിവാറിന് ഇവർക്ക് പേടിയുണ്ടാകും. ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സമയത്ത് ഞാൻ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഇതിനെതിരെ നിലപാട് പറയുമ്പോൾ എന്നോട് പറയാണ്, നിന്റെ അക്കൗണ്ട് ഞങ്ങൾ 1 മാസത്തിനകം കളയും. കളഞ്ഞോട്ടെ, നോ പ്രോബ്ലം. സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലേ, അത് പുതുതാക്കി ഉണ്ടാക്കാൻ നമുക്കറിയാം. അന്ന് കരുതിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒറ്റ കൊടുക്കുന്ന നിലപാടിന് മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എത്രയോ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് ആ നാട് ജന്തർ മന്തറിൻ്റെ പോരാട്ട വീതി ശരിക്ക് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പോഴും ആ ഊർജ്ജവും പ്രസരിപ്പും നമ്മുടെ മനസ്സിലുണ്ട്. എത്രമേൽ വൈകാരിക നിമിഷങ്ങളാണെന്നറിയോ ജന്തർ മന്തർ സമ്മാനിച്ചത്. അതിൻ്റെ കാരണം അതാണ്, ഈ നാടിനെ ഒറ്റ കൊടുക്കാൻ ഈ നാടിൻ്റെ യുവത്വം തയ്യാറല്ല. ഇന്ന് CJP എങ്കിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ ഉദയം കൊണ്ട E20 പാർട്ടി, ആ മൂവ്മെൻറ്റുകൾ ഇനിയും വരും, പോരാട്ടങ്ങൾ ഇനിയും തുടരും, വിജയങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞൊരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സമരത്തിൻ്റെ രൂപങ്ങളും കാണുന്നത്, സമരത്തിൻ്റെ ഒരു ശൈലി കാണുന്നത്, എല്ലാം കാണുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിനകത്ത് തന്നെയാണ് നമ്മൾ പറയുന്നത് ജെൻസി എന്നുള്ള വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആ ജെൻസികളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപ്പൊളിറ്റിക്കൽ ജെൻസിയാണ് ഈ സമൂഹത്തിനകത്തുള്ളത് എന്നുള്ളത്. അങ്ങനെ പറയുന്നൊരു ഘട്ടത്തിൽ തന്നെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ കാണുന്നത് ആ സമരത്തോട് ഐക്യപ്പെട്ട് നിൽക്കുന്നത് അപ്പൊളിറ്റിക്കൽ അല്ല, ഞങ്ങൾ പൊളിറ്റിക്കലായ ജെൻസിയാണ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അതാണ് എന്ന് സമരോർജത്തോടു കൂടി നമ്മളോട് കാണിച്ചു തരുന്ന ഒരു വിഭാഗത്തെയാണ്. അത് മാത്രമല്ല, ആ സമരത്തോട് ആ സമയം മുതൽ, ഇതിൻ്റെ തുടക്കം മുതൽ ഐക്യപ്പെട്ട് നിന്ന ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഈ സമയത്ത് എന്താണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ആ അപ്പൊളിറ്റിക്കൽ ജെൻസി എന്നുള്ള വാക്കിനെ സ്നേഹത്തോടെ തിരുത്താണ്. ഒന്നിനും കഴിയാത്ത ജെൻസി എന്നാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാത്തിനും കഴിയുന്ന ജെൻസിയാണ് ഈ നാടിൻ്റെത്, ദ പൊളിറ്റിക്കൽ ജെൻസി. അവരാണ് ആ സമരത്തെ നിയന്ത്രിച്ചത്, അവരാണ് ആ സമരത്തെ നയിച്ചത്. ഞാൻ ജന്തർ മന്തറിലേക്ക് ആ സമരം ഞാൻ അവിടെ എത്തിയ സമയത്തേക്ക് കടന്നു പോകുമ്പോൾ, ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഇങ്ങനെ ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ തലങ്ങും വിലങ്ങും പാറുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് തന്നെ ഈ ഇൻസ്റ്റഗ്രാമിലിരുന്ന് റീലുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയെന്ന് പൊതുസമൂഹം ആക്രോശിച്ചിരുന്ന ജെൻസിയൊന്നല്ല, സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യതയോടെ പറയുന്ന, ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന, കൃത്യമായും വ്യക്തമായും ഒരാളെയും ഭയക്കാതെ നിലപാട് പറയുന്ന എത്ര യുവാക്കളാണെന്നറിയോ ജന്തർ മന്തറിൻ്റെ പോരാട്ട വീതിയിലുണ്ടായിരുന്നത്. അവരെ കാണുമ്പോൾ നമുക്ക് തന്നെ പ്രൗഡാണ്. കാരണം ഞാൻ സമരം കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് സമരം നയിച്ചിട്ടുണ്ട്. എൻ്റെ സംഘടനാ കാലമൊക്കെ എൻ്റെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ കാലത്തൊക്കെ സമരം നയിച്ചിട്ടുണ്ട്. അക്കാലത്തുള്ള സമരങ്ങളും അതിനോട് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നിലപാട് നമുക്കറിയാം. പക്ഷേ ജന്തർ മന്തറിലെ ഇക്കഴിഞ്ഞ പോരാട്ടത്തോട് ഈ നാട് ഭരിക്കുന്നവരെടുത്തൊരു നിലപാടുണ്ട്, മനുഷ്യത്വമില്ലാത്ത നിലപാട്, ക്രൂരഹത്യകൾ നിറഞ്ഞ നിലപാട്. അത് പറയാണ്ട് പോകാൻ കഴിയില്ല. താങ്കൾ ഒരുപാട് വിദ്യാർത്ഥി സമര രംഗത്ത് കൂടെ കടന്നു വന്ന ഒരാൾ കൂടിയാണ്. അത്തരത്തിൽ കടന്നു വന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ കാണുന്നത്, കേരളത്തിനകത്ത് കാണുന്നത് ഒന്നെങ്കിൽ ലാത്തി ചാർജുകളായിരിക്കാം, അല്ലെങ്കിൽ ജലപീരങ്കികളായിരിക്കാം. അതും കടന്നു പോകുന്നത് ടിയർ ഗ്യാസാണ്. ആ ടിയർ ഗ്യാസിനപ്പുറത്തേക്ക് നമ്മൾ സമരമുഖങ്ങളിലൊന്നും മറ്റൊരു സാധനം കാണുന്നില്ല. അതിലപ്പുറത്തേക്ക് ജന്തർ മന്തറിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സമരങ്ങൾ കാണുന്ന സമയത്ത് ഒരുപാട് ഒട്ടനവധിയായിട്ടുള്ള നമ്മളൊരു തവണ പോലും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ കാണുകയാണ്. പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുന്ന രീതിയിലേക്ക് അവിടെ വരുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഭക്ഷണത്തിനും വെള്ളത്തിനും അവിടെ ഒരു ഇത് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള കാരണങ്ങൾ, ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്? നമ്മൾ പൊതുസമൂഹം കണ്ടത്, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ എപ്പോഴും പോയത് സമരവേദിയിലേക്കായിരുന്നു. സമരവേദിക്ക് അപ്പുറത്ത് ആ ബാരിക്കേഡുകൾക്കിടയിൽ ആ ചൂടിനെ മറികടന്നുകൊണ്ട് 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ സംഘടനാ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച ആളാണ്, പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചിട്ടുണ്ട്,
അങ്ങനെ ഒട്ടനവധി മാർച്ചുകൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ നയത്തിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബ്ലോക്കുകളിലേക്ക് അങ്ങനെ സമരങ്ങളേറെ കണ്ടതാണ്. പക്ഷെ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട സമരമുഖത്തൊക്കെ ഏറിയാൽ ലാത്തി ചാർജോ അല്ലെങ്കിൽ ഒരു ജലപീരങ്കിയോ, മാക്സിമം പോയാൽ ഒരു ടിയർ ഗ്യാസിനപ്പുറം നമ്മളെ സമരമുഖത്തേക്ക് വന്നിട്ടില്ല ഒന്നും. അതിനു മുൻപ് കാലഘട്ടത്തിൽ ഉണ്ടാവാം. ഞാൻ ഓർക്കപ്പെടുന്ന സമരത്തിൽ, ഞാൻ പങ്കെടുത്ത സമരത്തിലോ എൻ്റെ പരിചിത കാലാവസ്ഥയിലുള്ള സമരത്തിലോ ഇതൊന്നുമില്ല. പക്ഷെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ആദ്യം ഒരു തല്ലിക്കെടുത്താൻ നോക്കി. അവർക്ക് മനസ്സിലായി തല്ലിക്കഴിഞ്ഞാൽ ഈ യുവാക്കൾ പിന്മാറാൻ തയ്യാറല്ല. കാരണം അവരെ പൊളിറ്റിക്കൽ ജെൻസി പൊളിറ്റിക്കലായിട്ട് അവരെ നേരിട്ടു. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പൊളിറ്റിക്കലായിട്ട് നേരിട്ടു. അതിനുശേഷം അവരെന്ത് ചെയ്തു? ഇവരുടെ തന്നെ കുറേ സന്നാഹങ്ങളെ വെച്ച് അല്ലെങ്കിൽ രാജ്യത്തെ നിയന്ത്രിക്കുന്ന സുരക്ഷാ സേനയെ വെച്ച് ഇവരുടെ മാക്സിമം പരിശ്രമിച്ചു. അവിടെ അവർ പരാജയപ്പെട്ടു. എന്നിട്ട് ഇവർ ശ്രമിച്ച അല്ലെങ്കിൽ ഇവർ ചെയ്ത മാധ്യമങ്ങൾ പുറത്തുവിടാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന എടുത്തു പറയാൻ പറ്റൂലേ, ഈ പറയുന്ന ഗോദി മീഡിയ പുറത്തുവിടാത്ത ഒരു വലിയ അവരുടെ അജണ്ട ഉണ്ടായിരുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. രാത്രികളിൽ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ എടുത്ത് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടാവും. ഈ വെള്ളത്തിലേക്ക് എന്തോ ഒരു പൗഡർ പോലെ ദ്രാവങ്ങളൊക്കെ അവർ ഒഴിച്ചു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അപ്പോഴൊന്നും ഉണ്ടില്ല, കാരണം നമുക്കറിയാം ഇത് അവരുടെ ആളുകളെ നുഴഞ്ഞു കയറ്റി അവർ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. നമ്മളതെന്ത് ചെയ്യും? കണ്ടവരും മിണ്ടാതിരുന്ന് അവർ മാറിയതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് കളയും. ആ ബോട്ടിൽ പോലും നമ്മൾ ഉപയോഗിക്കില്ല. അതിന് കാരണം ഇവരുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ കൊണ്ട് ഒരിക്കലും ഈ സമരത്തെ ഇനി നേരിടാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കി. എന്നിനി രോഗം പരത്തിയിട്ടാവാം, അല്ലെങ്കിൽ ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ, അങ്ങനെ ഏതെല്ലാം വിധത്തിൽ മലീമസമാകുന്ന രാഷ്ട്രീയ നിലപാടെടുത്തിട്ട് ഈ സമരത്തെ പൊളിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു നിരവധി തവണ. അത്രയും ദിവസം അവർ ശ്രമിച്ചിട്ടും അവരെ കയ്യിലത് ഒതുങ്ങുന്നില്ല. ആ ഒരു അവസാനം, അതിൻ്റെ പര്യവസാനമാണ് അവർക്ക് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇത്രയും പൊളിറ്റിക്കലായ ഒരു ജൻസിയെ ഈ പറയുന്ന സന്നാഹങ്ങളെ കൊണ്ടോ സംവിധാനങ്ങളെ കൊണ്ടോ അവർക്ക് നേരിടാൻ കഴിയില്ല. അതിനല്ല അവരവിടെ വന്നത് വിജയം നേടാനായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് സമരരംഗത്തേക്ക് മുന്നോട്ട് പോകുന്നു. സമരരംഗത്തേക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നു. ആ യാത്ര അവിടെ എത്തുന്നു. സമരത്തിൻ്റെ അവിടുത്തെ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ സമര സംഘടനകൾ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും നമ്മുടെ കുടുംബത്തിൽ വരുന്നൊരു പ്രശ്നമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അവരിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. മുസാഫിറിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് അലി മുസാഫിർ എന്നാണ്. ആ പേര് ആ രീതിയിൽ തന്നെ പറയാൻ കാരണം അത് ഇന്നൊരു പ്രശ്നമാണ് എന്നുള്ളത് ഈ പറയപ്പെടുന്ന ഇതിനെ അനുകൂലിക്കുന്നവരല്ല, പ്രതികൂലിക്കുന്നവർ, ഇതിനെ എതിർക്കുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏത് രീതിയിലാണ് പറയുന്നത്? അവർ രാജ്യദ്രോഹികളാണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട്, താങ്കളൊരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻബോക്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒട്ടനവധിയായിട്ട് ഈ രീതിയിലേക്കുള്ള സാധനങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. അത്തരം സന്ദർഭങ്ങൾ എന്തെങ്കിലും നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? ഈ അടുത്ത് അത് കൃത്യമായ ബോധ്യത്തോടെ ഈ രാജ്യത്തെ ഒരു യുവാവെന്ന നിലയിൽ ഞാൻ പറയാണ്, എൻ്റെ പേര് മുഹമ്മദ് അലി മുസാഫർ എന്നാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധങ്ങൾ ഉൾക്കൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന പൗരനാണ്. എനിക്കെൻ്റെ അഭിപ്രായം പറയാം. ഈ രാജ്യത്തിന് മതമില്ല. രാജ്യത്തിലെ ജനങ്ങൾക്ക് മതമാവുമെന്നും രാജ്യത്തിന് മതം വേണ്ടെന്നുമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന മഹാമനുഷ്യൻ്റെ നേതൃത്വത്തിൽ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ ഈ നാടിനോട് പറഞ്ഞത്. ആ ആത്മബോധത്തിൽ തന്നെ പറയുന്നു, ഞാൻ ഈ നാട്ടിലൊരു പ്രശ്നം സംഭവിക്കുമ്പോൾ എൻ്റെ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ജനത, അല്ലെങ്കിൽ എന്ത് മേഖല ആയിക്കോട്ടെ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണ് ഈ പറയുന്ന നമ്മളെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP നേതൃത്വം കൊടുത്ത ഒരു പ്രതിഷേധത്തിന് ലോകവ്യാപക, നിങ്ങൾ ശ്രദ്ധിക്കുകയോ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ നാനാ കോണുകളിൽ നിന്ന് ഈ സമരത്തിന് പിന്തുണ വന്നിട്ടുണ്ട്. അത് ഇവർ പറയുന്നത് പോലെ ഒരാളുടെയും ഒരു ഉദ്ദേശം കൊണ്ടുമല്ല. പക്ഷേ അത് ഈ നാടിൻ്റെ ബോധ്യമാണ്. ഈ നാടിൻ്റെ ജനത നശിക്കരുതെന്നും രാജ്യത്തിൻ്റെ ഭാവി ആവേണ്ടവരെ ഇവർ തല്ലുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ജന്തർ മന്ദറിൽ ഇവർ കുട്ടികളെ തല്ലി ചതക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറയും. കാരണം എന്താ പറയുക, പാകിസ്ഥാനികളോടല്ല ഇവർ പോരാടുന്നത്, ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളോടല്ല ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അങ്ങനെ പെരുമാറിയത്. ഈ രാജ്യത്തെ വിവിധ വിദ്യാലയങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉന്നത മേഖലകളിലേക്ക് പഠിച്ചെത്തേണ്ട കുട്ടികളെ തല്ലിച്ചതക്കുകയാണ്. അവിടെ വന്നവരെല്ലാവരും നീറ്റ് എഴുതുന്നവരല്ല. പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഇത് കാരണം മരണപ്പെട്ട എത്രയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമരമാവുകയാണ്, അപരന് വേണ്ടി സമരമാവുകയാണ് ഈ കാലത്തിൻ്റെ രാഷ്ട്രീയം. അതിൽ ജെൻസി വിജയിച്ചിട്ടുണ്ട്.
അഭിമാനബോധത്തോടെ പറയട്ടെ, ഗോദി മീഡിയ മുഴുവൻ ഇത് മറച്ചു വെച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളല്ല, കേരളത്തിലെ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നത് നമ്മൾ അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഞങ്ങൾക്ക് സെല്യൂട്ട് അടിക്കേണ്ടി വരും. ഭൂരിഭാഗം മാധ്യമങ്ങളും അതിനെ പിന്തുണച്ചു. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. നമ്മളത് ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഡൽഹിയിലെ മറ്റേ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ആദിൽ, ആ പുള്ളിയൊക്കെ അവിടെ അവരൊക്കെ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മളിതൊക്കെ കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്നാണ്. ഇതൊക്കെ ഈ നാട് കാണുന്നും കേൾക്കുന്നുമുണ്ട്. അതിനൊരു കാരണം, നമ്മൾ ഈ മനുഷ്യരോടൊക്കെ രാഷ്ട്രീയം ഇപ്പൊ ഞാൻ പോകുമ്പോൾ എന്നോട് പറയുന്നത്, ഈ രാഷ്ട്രീയം ജന്തർ മന്ദറിൽ രാഷ്ട്രീയമല്ല നടന്നത്, ഈ രാജ്യത്ത് നടന്ന ഒരു അനീതിയെ ചോദ്യം ചെയ്യുന്നൊരു യുവത, തീപ്പന്തമായൊരു യുവത. എൻ്റെ ലൈഫിൽ ഞാൻ ഇനി അങ്ങോട്ട് ജീവിക്കുന്ന കാലത്ത് എന്നോട് ആരെങ്കിലും ചോദിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച മൊമെന്റ് എന്താണെന്നുള്ളത്, ഞാൻ ആത്മാഭിമാന ബോധത്തോടെ പറയും എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച മൊമെന്റ് നിങ്ങൾക്കറിയോ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ ജന്തർ മന്ദറിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ ഈ സമരം വന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ സമരം ചെയ്യുന്ന ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സമരം വിജയിച്ചിട്ടുണ്ട് ആര്, ഈ രാജ്യത്തിൻ്റെ അപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് സമരവേദിയിലുള്ളവരറിഞ്ഞു. പക്ഷെ സമരത്തിൻ്റെ ഇടയിൽ ഈ ചുട്ടുപഴുത്ത കാലാവസ്ഥയെ നേരിട്ട് സമരമുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സമര പോരാളികൾ ആരും അറിഞ്ഞിരുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇന്റർനെറ്റ് ഇല്ല, കോള് പോലും പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാർത്ത അവിടെ പരക്കുന്ന സമയം ഞാനിങ്ങനെ എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും വിഷ്വല് തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക ഇങ്ങനെ പാറുന്നു, അംബേദ്കറിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഉയരുന്നു, ഭഗത് സിംഗിന്റെ ചിത്രങ്ങൾ ഇതേപോലെ ഉയർന്നിട്ട് അവരേറ്റുവിളിക്കാണ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യങ്ങൾക്ക് വല്ലാത്തൊരു തീവ്രത ഉണ്ടായിരുന്നു. നമ്മൾ സ്വാതന്ത്ര്യ സമരം കണ്ടവരല്ല, പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു പിടിച്ചൊരു സന്തോഷം ആ പോരാട്ടത്തിൻ്റെ വീതികളിൽ ഉണ്ടായിരുന്നു. ആർത്തലച്ച് ഇന്ത്യക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളിൽ നമ്മൾ അഭിമാനം കൊണ്ടു. കണ്ണ് നിറഞ്ഞു പോയി ആ രംഗം. അത്രമേൽ വികാരഭരിതമായ ഒരു സംഭവം ലൈഫിൽ, ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. കാരണം നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായിരുന്നു. സമര പോരാളികളുടെ ഐതിഹാസ്യ ചോര വീണ നഗരി. ഒരു ദിവസം മുമ്പേ വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കില്ല. പക്ഷേ പിറ്റേ ദിവസം പൂർത്തിയാക്കുമ്പോഴേക്ക് മന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു സ്വന്തം രാജി. കാരണം ഈ രാജ്യത്തിന്റെ തീവ്രമായ പോരാട്ടം, ജന്തർ മന്ദർ, ഇന്ത്യൻ ജനത കണ്ടതിൽ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലെ ഐതിഹാസിക പോരാട്ടമായിരുന്നു ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചത്. ആ പോരാട്ടത്തിന്റെ ഓർമ്മകൾ എക്കാലത്തും മനസ്സിലുണ്ടാകും. ഞാനിപ്പോഴും എൻ്റെ വിഷ്വൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ജന്തർ മന്ദറിൽ ഈ രാജ്യത്തിന്റെ പതാക ഇങ്ങനെ 4 വീശും പാറി കളിക്കുന്നു. അതിൽ അഭിമാനബോധത്തോടെ കാണുന്നവരൊക്കെ, നമ്മൾ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏതിനെന്നറിയില്ല, മലയാളിയുണ്ട്, സിഖുകാരനുണ്ട്, പാഴ്സിക്കാരനുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ലാതെ, ഒരു ജാതി മതഭേദ വ്യത്യാസമില്ലാതെ, ഏത് ഭാഷ പോലും അറിയാതെ കണ്ണിൽ കാണുന്നവരൊക്കെ ആ സമയം അവരുടെ കണ്ണീര് വീഴുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത്. അതൊരു വല്ലാത്ത അനുഭവമാണ്. അവരുടെ കണ്ണീര് വീഴുക. എന്തിനാണ് എനിക്കറിയാത്തവനാണ് എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നത്, ഞാൻ അവന് മുമ്പിൽ നിന്ന് കണ്ണീർ വറക്കുന്നു. കാരണം നമ്മളെന്തോ നേടി. എന്ത് നേടി? ഈ രാജ്യത്തിന്റെ ആത്മാവിനെ. 12 വർഷം സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയ ഒരു ഗവൺമെന്റിനെ വരച്ച വരയിൽ നിർത്തിയിട്ട് ഇന്ത്യയുടെ യുവത പറഞ്ഞു, മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടോണം. അത് കേട്ടു. ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിന്, അതെ, നമ്മൾ ഏറ്റവും ചുരുക്കി പറയുന്ന സിനിമ ഡയലോഗ് ഉണ്ട്, അതെ, ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പീപ്പിൾ. അത്രേ ഉള്ളൂ. ദ പവർ ഓഫ് ജെൻസി പൊളിറ്റിക്കൽ കിഡ്. യെസ്, അത്രയാണോ? അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതാ വൈകാരികത. അങ്ങനെ തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് പോരുന്ന സമയത്തും എൻ്റെ മനസ്സ് ഡൽഹി തന്നെയാണ്. കാരണം അത് ഈ രാജ്യത്ത് ഇവരൊന്നും പറയുന്ന പോലെ ഈ രാജ്യത്തെ തകർക്കാനുള്ള പോരാട്ടമല്ല, ഈ രാജ്യത്തിന്റെ ഹൃദയത്തെയും ആത്മാവിനെയും അതേപോലെ പിടിച്ചു നിർത്താനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഈ നാട് ഒന്നാകെ നിന്നു. അതിൻ്റെ കൂടെ ആ പോരാട്ട വിജയവും കണ്ടപ്പോൾ എത്ര സന്തോഷാന്നറിയോ. ഈ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞ സമയത്താണ് അവിടെ വലിയ രീതിയിലുള്ള ഈ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? ഞാൻ എത്തിയ സമയം നമ്മൾ സമരവേദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നമുക്ക് സമരവേദി കുറച്ച് അപ്പുറത്താണ്. വഴിനീള വിദ്യാർത്ഥികളും അവർ റെസ്റ്റ് എടുക്കുന്നവർ, ക്ഷീണിച്ചവർ, അവരൊക്കെ അവിടെ ഇരിക്കുന്നു. ചില ആളുകൾ ഭക്ഷണം കൊണ്ടുവരുന്നു, ഭക്ഷണം കൊടുക്കുന്നു. നമ്മൾ വരുന്ന സമയത്ത് CRPF അടക്കമുള്ള സേനകൾ സൈഡിൽ നിൽക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ ഡൽഹി പോലീസിൻ്റെ ഒരു ക്രൂര മനോഭാവം നമ്മളവിടെ പലതവണ കണ്ടു. ഒരു മനുഷ്യത്വരാഹിത്യം, മനുഷ്യർ ഇത്രമേൽ മ്ലേച്ഛമായിട്ട് പെരുമാറാൻ എങ്ങനെ കഴിയുന്നു എന്നാണ്. പിന്നെ ഭക്ഷണം നമുക്ക് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ശത്രുക്കളോട് പോലും ചെയ്യാൻ പറ്റാത്തൊരു തെറ്റാണ് അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാളെ തല്ലരുത്. ബാക്കിയൊക്കെ പിന്നെ.
പക്ഷെ ഒരാൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്, അല്ലാതെ ഈ രാജ്യത്തിനെതിരെയല്ല. അവരവരുടെ രാജ്യത്തിൻ്റെ അവകാശങ്ങളെ ബോധ്യമുള്ളൊരു ജനത സമരം നയിക്കുകയാണ്. ആ സമരത്തിൽ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുളവടി, നമ്മളിവിടെ ലാത്തിന്നൊക്കെ അല്ല, നല്ല മുളവടി എടുത്തിട്ട് തലക്കടിക്കുകയാണ്. ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം ചിലപ്പോൾ അവൻ തലേ ദിവസം കഴിച്ചിട്ടുണ്ടാവില്ല. അതാ ഭയങ്കരമായിട്ടുള്ള സാക്രിഫൈസിങ് ആയിരുന്നു അവിടെ. ഒരു കുഴപ്പമില്ല, അവരതൊക്കെ നേരിടാൻ തയ്യാറാണ്. അവർ ഈ സമരം അവർക്കറിയാം. അവരിത് ഒരിക്കലും ഒരു CJP കണ്ടുവന്നൊന്നുമല്ല. നാളെ CJP അല്ലാതെ മറ്റൊരു മൂവ്മെന്റ് ഈ രാജ്യത്തിന്റെ പ്രതിസന്ധിക്കെതിരെ ഇറങ്ങിയാൽ ഈ പൊളിറ്റിക്കൽ കിഡ് അവിടെ വരും. അത് അവരുടെ രാഷ്ട്രീയ ബോധ്യമാണ്. ഈ നാട് തകരാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളവരെ വരുന്നത്. അവരെ വരുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും എവിടെ തലക്കാണടി. ഭക്ഷണം കൊടുക്കുന്ന സംഭവങ്ങൾ മാറിപ്പോകുന്നു. ആകെ ഓടുകയാണ് കുട്ടികൾ, ചിന്നിച്ചെതറി ഓടുകയാണ്. പക്ഷെ ഇത് കാണുന്ന രംഗം വെച്ചാൽ ഭക്ഷണം പാഴാവുന്നു. അവരത് ഭക്ഷണം കൊടുക്കുന്നവരെ തല്ലുന്നു, മറിച്ചിടുന്നു. വെള്ളം നമ്മളൊരു ചെറിയ ക്യാനിൽ വെക്കുന്നു, തട്ടിയിടുന്നു. ഇങ്ങനെ ഒരുപക്ഷെ എത്രയും മ്ലേച്ഛമായ യുദ്ധരീതികൾ പരീക്ഷിച്ചാൽ പോലും ഭക്ഷണത്തിൽ മോശം കാണിക്കാറില്ല. കാരണം ജീവൻ നിലനിർത്താനുള്ളതാണ് മനുഷ്യന് ഭക്ഷണം. അത് കൊടുക്കാൻ അയക്കുന്നില്ല. ഭക്ഷണം എവിടെ കൊടുക്കുന്നോ അവിടെ വന്ന് ഇവരടിക്കുക. എന്നിട്ട് ഇവർ അവസാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെയ്തൊരു കാര്യം, സ്വിഗ്ഗി സൊമാറ്റോയിൽ വലിയ രീതിയിൽ ഭക്ഷണം എത്താൻ തുടങ്ങി പുറത്തുനിന്ന്. നിങ്ങളടക്കം വരുന്ന ആളുകൾ കാർഡുകൾ പുറത്തുവിട്ടിട്ടുണ്ട്, ഭക്ഷണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇവര് ആ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം നിലപ്പിച്ചു. അതെന്ന് വെച്ചാൽ അങ്ങനെ പോലും ഈ ഒരു സമരത്തിന് ഒരാൾ ഐക്യദാർഢ്യം കൊടുക്കണ്ട. അതിനുശേഷം ഇവർ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ജന്തർ മന്ദറിന്റെ ഒരു 3-4 കിലോമീറ്ററിന് അടുത്തുള്ള എല്ലാ മുഖ്യധാരാ ഹോട്ടലുകൾ ഉൾപ്പെടെ ചെറിയ ഹോട്ടലുകൾ ഉൾപ്പെടെ UPI സംവിധാനത്തെ വിലക്കി. അത് അവിടുത്തെ ലോക്കൽ ഭരണത്തിന്റെ സംവിധാനം വെച്ച് അവർ ചെയ്യുന്നതാണ്. അവിടെ എല്ലാ UPI സംവിധാനങ്ങളും, നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരാൾ സ്വാഭാവികമായിട്ട്, ഞാനൊക്കെ UPIയിലാണ് പണം എടുത്തിരിക്കും. കാരണം ഒന്നാമത് പേഴ്സും കാര്യങ്ങളും പോകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോവാണ്. പക്ഷെ നമുക്ക് ഇത്രമേൽ ക്രൂരമായിട്ട് അവരെ നേരിടുന്ന അവിടെ UPI കാണുമ്പോൾ വയ്യ, കടക്കാർ കൈമലർത്തും. അവർക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് തരാൻ കഴിയില്ല. അതിന് കാരണം അവിടുത്തെ ഇവരുടെ ഏതൊക്കെ സംവിധാനങ്ങൾ വെച്ച് ഇവർക്ക് ഈ സമരത്തെ പൊളിക്കാൻ കഴിയോ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ ഇവർ ശ്രമിച്ചു. പക്ഷെ അവിടെ പോലെ അത്രമേൽ ദ്രോഹിച്ചിട്ടും ഈ സമരത്തിന് അവിടെ ഇരിക്കുന്ന ഡോക്ടർമാരെ വരെ അടിക്കുന്നുണ്ട്. ആ ഒരു രംഗമുണ്ട്. എന്നുവെച്ചാൽ മെഡിക്കൽ ടീം അവിടെ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഓടുന്ന സമയം ഇവരെ ക്രൂശിച്ചടിക്കുകയാണ്, പുറകിലടിക്കുക. നമ്മൾ പല വിഷ്വലും കാണുന്നുണ്ട്. അത് ഗോദി മീഡിയ കൊടുക്കാത്ത വിഷ്വലാണ്, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കൊടുത്ത വിഷ്വൽ ഉണ്ട്. വിഷ്വലുകൾ എന്തെങ്കിലും നിങ്ങൾ കൈവശം വെച്ചതായിട്ടുണ്ട്? വിഷ്വലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എല്ലാ വിഷ്വലും നമ്മൾ ഇവിടുത്തെ മീഡിയക്ക് കൊടുത്തതുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. വിഷ്വലുകൾ ഒരുപാടുണ്ട്. പക്ഷേ വിഷ്വലിന്റെ ഒക്കെ അപ്പുറത്ത് ഈ ഒരു പ്രശ്നം, നമ്മളെ അവിടെ ചെല്ലുന്ന ഫോൺ എടുക്കാൻ അയക്കാന്നുള്ള സാഹചര്യം അല്ല അവിടെ. നമുക്കത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഫോൺ എടുക്കേണ്ട ഇവർ കൂട്ടം കൂടിയിട്ടാണ് വരിക. ആരൊക്കെയോ ആക്രമിക്കും. ഒരു എതിർ രാജ്യത്തിനെതിരെ പോരാടുന്ന രീതിയിലുള്ള ഒരു ഓളം ഇതൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങ് വരും. അവർ വരുന്നാണ്ടാ മനസ്സിലായിക്കോണം അടിക്കാനാണെന്ന്. അവിടെ കിടക്കുന്ന കുട്ടികൾ, ഉറങ്ങി കിടക്കുന്ന കുട്ടികളൊക്കെ അടിക്കുന്ന നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര നമുക്കറിയാം. ഇതിനു മുമ്പ് അത്തരത്തിലൊരു സാഹചര്യം വരുന്നത് കർഷക സമരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ മുകൾക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ട് ആളുകളെ, അത്രയും നിഷ്ക്രൂരമാണ് ഇവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനോട് സമാനമായ അനുഭവം തന്നെയായിരുന്നു കുട്ടികൾ എന്ന് പറയും. എന്ന് വെച്ചാൽ കർഷക സമരത്തിലേക്ക് അവർ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ച് കയറ്റാനുള്ള മനോഭാവം, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര ക്രൂരമാണത്. അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന സമരത്തിൽ ദിവസങ്ങളോളം പങ്കെടുത്ത് അവശരായ വിദ്യാർത്ഥികളാണ്. അവിടുത്തെ സാഹചര്യം കുറച്ചൊക്കെ മോശമായിരുന്നു, ശരി തന്നെയാണ്. അവിടുത്തെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പർ പ്ലാനിങ് ഇല്ല. കാരണം ഇത് സർക്കാരിനെതിരെ നടക്കുന്ന സംവിധാനമാണ്. സർക്കാർ സംവിധാനങ്ങളെ വെച്ച് ഇവർ ഒരു ആനുകൂല്യം തരില്ല. ഇതവിടെ അറിയാം. അപ്പം അങ്ങനെ അറിയുന്ന ഘട്ടത്തിൽ അത് മോശമായി തുടങ്ങി. അപ്പോൾ അവിടെ മെഡിക്കൽ ടീമിനെ അയക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് നമുക്ക് വയ്യാതായി ആംബുലൻസുകളെ പോലും ഇവർ പരിപൂർണമായിട്ട് കടത്തിവിടില്ല എന്തെങ്കിലും വയ്യാതായാൽ. ഇതൊക്കെ ഇവർ ശ്രമിച്ചു. അത്രമേൽ ഈ സമരത്തെ ഇവർ ഭയപ്പെട്ടിരുന്നു. ഒരു സമയം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ തയ്യാറല്ല. ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളടക്കം വരുന്ന മാധ്യമങ്ങൾ ചില സമയത്ത് ധരിച്ചിട്ടുണ്ടാവാം, ഇല്ല, വിദ്യാഭ്യാസ മന്ത്രി ഒന്നും രാജിവെക്കില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം വ്യക്തികളും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആ സമര പോരാട്ടത്തിന് മുമ്പിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ കൃത്യ രാഷ്ട്രീയ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു നിശ്ചിത പക്ഷം പിടിക്കാത്ത, കൃത്യമായ രാഷ്ട്രീയം പറയുന്ന യുവാക്കളെ അവർക്ക് നേരിടാൻ കഴിയില്ല.
ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിനും ആ നാട്ടിലെ വിദ്യാർത്ഥികളെയോ യുവാക്കളെയോ അടിച്ചൊതുക്കിയിട്ട് ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ ഒരു രാഷ്ട്ര തലവനും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അതാണ് ഇന്ത്യയിൽ നടന്നത്. ഇന്ത്യയിൽ ഇനിയും പോരാട്ടങ്ങളുണ്ട്. E20 പോലെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് മൂവ്മെന്റുകളുണ്ട്. E20ക്ക് നമ്മൾ കേരളത്തിൽ തുടക്കം ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും E20യെ കുറിച്ച് നമുക്ക് ഇപ്പം അറിയാം. അടുത്ത ദിവസങ്ങളിലായിട്ട് E20യെ കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുകൂടെ നമുക്കൊന്ന് വലിയ രീതിയിൽ സംസാരിച്ച് പോയാൽ നന്നാവും. തീർച്ചയായിട്ടും എത്തനോൾ കലർത്തിയ ഈ പെട്രോള് ഞാനടക്കം വരുന്ന 2023 മുമ്പുള്ള എല്ലാ വാഹനങ്ങൾക്കും 80-90% നമ്മുടെ വാഹനങ്ങൾ കേടുവരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഇവർക്കും അറിയാം. പെട്രോൾ പമ്പുകളിൽ E20യുടെ എത്തനോളിൻ്റെ പരസ്യം പ്രദർശിപ്പിക്കുന്നവർക്കും പൂർണ്ണമായിട്ടും ഇത് അറിയാം. പക്ഷേ ആർക്കോ നമ്മുടെ നാട്ടിലെ ഗോധി മീഡിയ മറച്ചു വെക്കുന്ന, എന്നാൽ ഈ രാജ്യത്തോട് കൂറുള്ള ചില മീഡിയകൾ വിളിച്ചു പറഞ്ഞ സത്യങ്ങളുണ്ട്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എത്തനോളിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്? എത്തനോൾ സംവിധാനങ്ങൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? അടുത്തത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ രാജ്യത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന അടുത്ത വിപ്ലവം എത്തനോളിനെതിരെയുള്ള E20യുടെ വിപ്ലവമാണ്. അതിൻ്റെ വക്താവ് ആരാന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, CJP അതൊരു മൂവ്മെൻ്റ് ആണ്, നല്ലതിനെ പിന്തുണക്കുന്ന ഒരു മൂവ്മെൻറ്റ്. E20യും ഒരു മൂവ്മെൻ്റ് ആണ്, അത് വരും. അങ്ങനെ നല്ലതിനെ പിന്തുണച്ച് ഈ നാടിൻ്റെ യുവത സമരത്തിന് ഇറങ്ങും. ഇപ്പോൾ തന്നെ ഈ വരുന്ന 4-ാം തീയതി ഓഗസ്റ്റ് 4-ന് ഡൽഹിയിൽ അവിടുത്തെ തൊഴിലാളികളൊക്കെ സംഘടിച്ച് E20യുടെ ഒരു വിഷയത്തിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ള ആളുകൾ സംബന്ധിച്ച് അവിടെ ഒരു പ്രതിഷേധ പ്രകടനം തുടങ്ങുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ കൂട്ടി വായിക്കാവതാണ് E20 ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ പുതിയ സംഘടനയുടെ രൂപപ്പെടൽ. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമര വിജയം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ക്രെഡിറ്റ് ആരെടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സാധനം വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ക്രെഡിറ്റ് എല്ലാവർക്കും ഉൾക്കൊള്ളേണ്ടതാണ്, എല്ലാവർക്കും ഈ ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവനായി അതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ അവിടെ എത്തുന്ന സമയം തൊട്ട് ആ സമര രംഗത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അത് ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല. എങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഇന്ത്യയിലെ പൊരുതാനുറച്ച യൂത്തിൻ്റെ വിജയമാണ്. ഒന്നാമത്തത് ക്രെഡിറ്റ് യൂത്തിനാണ്, അൾട്ടിമേറ്റ് ക്രെഡിറ്റ് യൂത്തിന് തന്നെയാണ്. പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്തും ഈ പറയുന്ന സംവിധാനത്തെ രൂപപ്പെടുത്തിയതിൽ അവിടെ ആളുകൾ എത്തിക്കാൻ ആകൃഷ്ടരായതിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ കേരളത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ അതർ സ്റ്റേറ്റുകളിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ വലിയൊരു സംവിധാനം സോഷ്യൽ മീഡിയയുടെ പ്രഭവശേഷി ഉത്ഭവിച്ച്, അല്ലെങ്കിൽ അതോ ഞങ്ങൾക്ക് അവിടെ പങ്കെടുക്കണം, ഇത് ഈ രാജ്യത്തിൻ്റെ ഒരു പോരാട്ടത്തിന് ഞങ്ങളവിടെ എത്തണം, അങ്ങനെ എത്തിയവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ രാജ്യ തലസ്ഥാനത്ത് പ്രതികരിക്കാൻ ഒരു രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉത്ഭവപ്പെടുമ്പോൾ അവിടെ പ്രതികരിക്കാൻ എത്തുന്ന ഒരു സംഘടനകളുണ്ട്. ഇപ്പോൾ JNU ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥി സംഘടനകളെ നമുക്കറിയാം. അവരൊക്കെ അതിൽ വലിയ ഇനീഷ്യേറ്റീവ് എടുത്തവരാണ്. ഈ പറയുന്ന SFI, ASF, ഐസ പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ, അങ്ങനെ പേരെടുത്ത് പറയല്ല, ഒരുപാടുണ്ട്. ഇതര പ്രതിപക്ഷ പാർട്ടികളുണ്ട്. കോൺഗ്രസിൻ്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പതാക അവിടെ പാർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതിൽ ക്രെഡിറ്റ് ഈ നാടിൻ്റെ യൂത്തിനാണ്. ആരും ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല. ഈ നാട്ടിൽ വന്ന ഒരു വലിയ വിപ്ലവത്തെ, അല്ലെങ്കിൽ അഭിമാനപൂർവ്വം ഈ രാജ്യത്തിൻ്റെ യൂത്ത് ഇറങ്ങിയപ്പോൾ അതിനോടുകൂടെ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം ഒത്തിണങ്ങി നിന്നപ്പോൾ അവിടെ സമര വിജയം കണ്ടു. ആ സമരത്തിൻ്റെ ക്രെഡിറ്റ് ഈ രാജ്യത്തിനാണ്. ഈ രാജ്യത്തിൻ്റെ ഉത്ഭവബോധമുള്ള, മനുഷ്യത്വമുള്ള, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യ ബോധമുള്ള യൂത്തിനാണ്. ഈ സമരം നടക്കുന്ന സമയത്താണ് TG മോഹൻദാസ് ഒരു വലിയ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലേക്ക്. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ആ സമരത്തിനകത്ത് പങ്കാളിയായ ഒരു സമര പോരാളിയാണ് ഇന്നിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് കൂടിയാണ് അയാളത് പറയുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തെ, അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തെ എങ്ങനെയാണ് നിങ്ങൾ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം തന്നെ പറയട്ടെ, അദ്ദേഹം ഒരു RSSകാരനാണ്. അത് നമ്മൾ എടുത്തു പറയണം. RSSൻ്റെ ഫാക്ടറിയിൽ, RSSൻ്റെ തലച്ചോറിൽ ഉത്ഭവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ പരാമർശങ്ങൾക്കും ഒരു വർഗീയ വിഷം തുപ്പുന്ന മലീമസമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആ രാഷ്ട്രീയ ചൊവ്വയുണ്ടാവും. അത് നമ്മൾ ആദ്യം തന്നെ കാണുന്നു. ഒരു RSSകാരൻ എങ്ങനെ പറയുന്നോ അതിനങ്ങനെ മറുപടി കൊടുക്കണം എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. RSSനോട് വിധേയപ്പെട്ട്, പണ്ടൊരു നേതാവ് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, RSSന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു സമാധാനം ഈ നാട്ടിൽ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം RSSനെ ചെറുക്കേണ്ടത് ഈ നാട് ഒന്നാകെ നിന്നിട്ടാണ്. അത് ഈ ജനാധിപത്യ ബോധത്തിൻ്റെ ഉത്ഭവത്തിൽ, ജനാധിപത്യം ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരും RSS എന്ന് പറയുന്ന വർഗീയ
വിഷലിപ്തങ്ങളെ ഒരുപോലെ മാറ്റി നിർത്തണം. അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന് ആ ക്രെഡിറ്റേ കൊടുക്കുന്നുള്ളൂ. ചാണകക്കുഴിയിൽ നിന്ന് ചന്ദനം മണക്കില്ലല്ലോ, അത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാനൊരു കാര്യം, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ, ഡൽഹി പോലീസിലെ ഒരു മനുഷ്യൻ വന്നിട്ട് സമരവേദിയിൽ ഇരുന്നിട്ട് രാജിക്കത്ത് അവിടെ സമർപ്പിക്കുന്നത്. കേരളത്തിലെ എല്ലാ മീഡിയാസും അത് ചർച്ച ചെയ്താണ്. അതിന് കാരണം എന്താ അറിയോ? ഈ രാജ്യത്തിന്റെ കുഞ്ഞുങ്ങളെ തല്ലരുത് എന്നാണ് ആ പോലീസുകാരൻ അവിടെ എന്ന് പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെയുടെ പ്രതീക്ഷകളാണ്. അവർ നാളെ ഈ നാട്ടിലെ പല മേഖലകളിൽ അവരുടേതായ കഴിവ് തെളിയിക്കേണ്ട ആളുകളാണ്. അവരെ കൊല്ലണമെന്നാണ് ഈ മനുഷ്യത്വമില്ലാത്ത മനുഷ്യപടം എന്ന് വിളിച്ചു പറയുന്നത്. ഇയാളൊരു കേരളക്കാരനായി പോയല്ലോ എന്നുള്ള ഒരു ഒറ്റ വിഷമേ നമ്മുടെ ഉള്ളിലുള്ളൂ. കേരളത്തിന്റെ ഒരു സവിശേഷത ഉണ്ട്, 80% മനുഷ്യരും മലീമസമായി ഏത് കൊലയിലും ഒരു ചീഞ്ഞ പഴം ഉണ്ടാവും. നമ്മൾ അത്രയേറെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ജനത, മതനിരപേക്ഷത എപ്പോഴും ഈ നാട്ടിലെ ശ്വാസത്തിലും വീപ്പിലും എപ്പോഴും മനുഷ്യത്വം, ജനാധിപത്യവും മാനവികതയും പറയുന്ന ഈ ജനതക്ക് ഇത് ഉൾക്കൊണ്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കണ്ണി ചോരയില്ലാത്ത RSSകാരൻ എന്ന് പറയുന്ന ഈ ഉളുപ്പില്ലാത്ത മനുഷ്യനെ കേരളം അവജ്ഞയോടെ തള്ളുന്നതും ബാക്കിയുള്ള ഈ CJP പ്രതിഷേധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത മനുഷ്യരെ ഹൃദയത്തിൽ കേരളം സ്വീകരിക്കുന്നതും. കേരളത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു സുഹൃത്തിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാ വരുന്നത്? അപ്പോൾ കുറച്ച് ജെൻസി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ജെൻ ആൽഫ ആ ഒരു കാറ്റഗറി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇക്ക ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ കുട്ടികളൊരു സമരം ചെയ്യലേ, ആ സമരത്തിന് എന്നാൽ കഴിയുന്നൊരു പിന്തുണ കൊടുക്കാമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വെച്ചു, ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തിളക്കുന്നുണ്ടല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ആത്മാവിനെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ ഈ രാജ്യത്തിന്റെ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ വരും, എന്നെപ്പോലുള്ളവർ വരണം. അങ്ങനെ വന്നവരാണ് ജന്തർ മന്ദറിലെ പോരാട്ടം നയിച്ചത്. ആ സമരവീര്യം അത് കാണണം, അവരെ കണ്ണിലെ തീക്ഷ്ണത കാണണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വീടിനകത്തിരുന്നിട്ട് വിഷം തുപ്പാൻ TG അല്ല ഏത് പോജിക്കും കഴിയില്ല. അതിന് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ മനുഷ്യർ അത്രമേൽ ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ ആ സ്റ്റേറ്റ്മെന്റിനെ പാടെ അവഗണിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, RSS ആണ്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ചോദിച്ചു പോകേണ്ട ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്, ഇത്രയേറെ സമരങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ സമരത്തോട്, CJP നടത്തുന്ന സമരത്തോട്, അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ആ ഡൽഹിയിൽ പങ്കെടുക്കുന്ന അതേ സമരത്തിൻ്റെ ഐക്യദാർഢ്യം സമാനമായിക്കൊണ്ട് കേരളത്തിലും വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾ, വിവിധങ്ങളായ കൂട്ടായ്മകൾ, വിവിധങ്ങളായിട്ടുള്ള ആളുകൾ, മനുഷ്യർ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 5000-ൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അറിയുന്നത്. ആ ഒരു കാര്യത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? ഞാൻ വലിയ ആശങ്കയോടെയാണ് ഞാൻ ആ ചോദ്യത്തെ തന്നെ സമീപിക്കുന്നത്. അതിന് കാരണം ഞങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഡൽഹി പോലീസിൻ്റെ നരനായിട്ട് നമ്മൾ കണ്ടതാണ് മനുഷ്യത്വമില്ലാത്തവർ. RSS ഭരിക്കുന്ന, സംഘപരിവാരം നേതൃത്വം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശത്ത് അവർ പറയുന്നത് ചെയ്യും, നമുക്ക് ഊഹിക്കാം. പക്ഷെ കേരളം പോലൊരു മതനിരപേക്ഷ സംസ്ഥാനത്ത് കേരളത്തിൻ്റെ ജനത ഇത്രമേൽ പ്രിവിലേജ്ഡ് ആയിട്ടൊരു സമരത്തെ കണ്ടിട്ട് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സമരം നയിക്കുമ്പോൾ ആ സമരത്തിനെതിരെ കേസെടുക്കാൻ കേരളത്തിൻ്റെ സർക്കാരിന് എങ്ങനെ കഴിയുന്നു? കേരളത്തിന് ഹൃദയം തുറന്ന് കേരളത്തിൻ്റെ സർക്കാരിനോട് ഞങ്ങൾ പറയാണ്, ജന്തർ മന്ദറിലെ സമരത്തോട് ഐക്യം പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ കേരള പോലീസ് ഏത് തരം കേസെടുത്തിട്ടുണ്ടോ അതെല്ലാം സർക്കാർ പിൻവലിക്കാൻ തയ്യാറാവണം. അത് ഈ നാടിനോട് സർക്കാരിനുള്ള കടമയാണ്. വിശ്വസിച്ച് നാടിൻ്റെ അധികാരം ജനങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചതാണ്. ഈ ജനങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഒരിക്കലും RSS ഭരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ഗവൺമെൻറ്റായിട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് മാറാൻ കഴിയില്ല. അങ്ങനെ ഒരാദർശം ഒരാളുടെ ഉള്ളിലും ഉണ്ടാവാനും പാടില്ല. കാരണം ഇത് കേരളമാണ്, മതനിരപേക്ഷ ചേരിയാണ്, മതനിരപേക്ഷ സംസ്ഥാനമാണ്. എക്കാലത്തും ജനാധിപത്യ ബോധങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്റ്റേറ്റും വോട്ടർമാരുള്ള നാടാണ്. ആ നാട്ടിൽ ഇത്രമേൽ രാജ്യം ശ്രദ്ധിച്ച, ഒരുപക്ഷെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനപ്പുറം ലോകം ശ്രദ്ധിച്ച ഒരു മഹാപോരാട്ടത്തിന് ഈ സംസ്ഥാനത്ത് കേരളത്തിലെ പല പ്രമുഖരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെടുത്ത് കേരളത്തിൻ്റെ ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നിലപാടാണ്. അത് മാറ്റാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള ആളുകൾ ശ്രദ്ധ ചെലുത്തണം. ഉറപ്പായും
CJP സമരത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഈ CJPക്ക് അനുകൂലമായിട്ട് നമ്മളിവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കേരളത്തിന്റെ ഗവൺമെന്റ് നിങ്ങളത് പിൻവലിക്കണം. അതൊരു അപേക്ഷയാണ്. കാരണം ഈ സമരത്തിൽ വരുംകാല പോരാട്ടത്തിന് കുട്ടികൾ മടിക്കാൻ പാടില്ല. ഇപ്പോൾ ഡൽഹി, ഇന്ന് ഡൽഹി, ഇനിയും ഡൽഹികൾ ആവർത്തിക്കാനുണ്ട്. കാരണം ഡൽഹി ഈ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എത്തനോൾ കലർത്തിയ പെട്രോൾ പോലെ ഇനി അങ്ങോട്ട് രാജ്യത്തിന്റെ പ്രതിഷേധങ്ങൾ ആളിക്കത്തേണ്ട തെരുവുകളെ നിശബ്ദമാക്കാനാണ് തീരുമാനമെങ്കിൽ കുതിച്ചുയരാനാണ് ഈ രാജ്യത്തിന്റെ യുവതയുടെ തീരുമാനം. അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന പ്രതിരോധ ശേഷിയുള്ള ജനങ്ങളുടെ കരുത്തിനെ നിസ്സാരവൽക്കരിക്കരുത്. കേരളത്തിന്റെ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാവണം. കേവലം നീറ്റിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു പ്രശ്നമായിട്ട് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം ഒതുങ്ങിപ്പോകുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ഉമർ ഖാലിദ് മുതൽ രോഹിത് വെമുല വരെ അങ്ങനെ പറയുന്ന അഡ്രസ്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആളുകളൊന്നും അവരുന്നയിച്ച കാര്യങ്ങളൊന്നും ശ്രദ്ധ കിട്ടാതെ ആ വേണ്ടുന്ന രീതിയിലേക്ക് മാറാത്ത ഒരു പ്രവണത നമുക്ക് ഇടയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തിൻ്റെ രീതികൾ തന്നെയായിരുന്നു ഈ സമരത്തിൻ്റെ വിജയം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഓൺലൈനായും ഓഫ്ലൈനായും ഈ സമരം നടക്കുകയായിരുന്നു. കർഷക സമരം ഓഫ്ലൈനായി മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഈ സമരത്തിന് എല്ലാ മേഖലക്കകത്തും എന്ത് ചെയ്യുന്നുണ്ട്, സർവ്വവ്യാപിയായിക്കൊണ്ട് ഈ സമരത്തെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു സമരം ഈ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകൾ, ഇടതുപക്ഷ സംഘടനകൾ, നമുക്കറിയാം ഇടതുപക്ഷം വലിയൊരു പരാജയം നേരിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ നാട്ടിലെ ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരായ മനുഷ്യരും എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഈ സമരത്തിൽ നിന്ന് ഇടതുപക്ഷവും അതുപോലെ തന്നെ മതനിരപേക്ഷ ചേരിയിലുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും സാമൂഹിക കൂട്ടായ്മകളും പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും മൂല്യവ്യതിയാനത്തിൽ വന്ന ചില കാര്യമായ പ്രശ്നങ്ങളാണ് കേരളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ഒരുപക്ഷെ ഇടതുപക്ഷത്തെ മാറ്റി നിർത്തുന്നത്. നമ്മളിപ്പോഴും പറയുന്നു, കേരളത്തിൻ്റെ മതനിരപേക്ഷ ചേരിക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ചേരിക്ക് ഇടതുപക്ഷം തുടരണം. ഇടതുപക്ഷത്തിൻ്റെ ആവശ്യകത കുറച്ച് കാണാൻ കഴിയില്ല, അവർ തുടരണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ ഐതിഹാസിക സമര പോരാട്ടത്തിന്, കർഷക സമരം തൊട്ട് നമ്മൾ ഓർക്കണം, എന്തുകൊണ്ട് രോഹിത് വെൻമുല, എന്തുകൊണ്ട് ഉമർ ഖാലിദിനെ പോലെയുള്ള അയാൾ എപ്പോഴും ജയിലിലാണ്. എന്തുകൊണ്ടാണ് അയാൾ ജയിലിൽ പോകുന്നത്? അയാൾ ശബ്ദം ഉയർത്തി. ആ ശബ്ദത്തെ ആര് പേടിച്ചു? ഈ രാജ്യം നിയന്ത്രിക്കുന്നവർ പേടിച്ചു. അതൊരു വലിയ സമരമാവുമെന്ന് അവർ പേടിച്ചു. കാലം തിരിച്ചടി നൽകിയിരിക്കുന്നു. അവരല്ലെങ്കിൽ അവരെപ്പോലെ മറ്റാരോ, അല്ലെങ്കിൽ അവരെപ്പോലെ അഭിജിത് ദീപ്കമാർ, പാറ്റകൾ അവരെ അധിക്ഷേപമാണ്. തിരിച്ച് ഈ നാട് ചോദിച്ചു, കുറച്ചധികം പാറ്റകൾ സമ്മേളിച്ചാൽ ഈ നാട്ടിൽ എന്ത് നടക്കുമെന്ന് നമുക്കൊന്ന് കാണാം. കണ്ടു. ദിവസങ്ങൾ പിന്നിടുന്നു. മാസങ്ങൾ കഴിയുമ്പോഴേക്ക് 12 വർഷമായിട്ട് കുലുങ്ങാത്ത ഒരു സംഘപരിവാരം നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റിന്റെ അടിവേരിളക്കിയ സമരമായിട്ട് ഈ സമരത്തിന് മാറാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് യൂത്താണ് ശക്തി. ഈ നാടിന്റെ യുവജനതയാണ് ഈ നാടിന്റെ പോരാട്ടം കാഴ്ചവെച്ചത്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം. പൊളിറ്റിക്സ്, ഇപ്പം നമ്മൾ പറയുന്ന രാഷ്ട്രീയം അത് ആർക്കോ, എൻ്റെ രാഷ്ട്രീയം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എൻ്റെ രാഷ്ട്രീയത്തിലും ഉൾക്കൊണ്ടില്ലെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിലൊരു മനുഷ്യത്വം, മാനവികതയൊക്കെ ഉയർന്നു വരും. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ നാട്ടിലെ സർവ്വവ്യാപി മതനിരപേക്ഷ ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷികളും തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ ഈ പറയുന്ന ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഗവൺമെന്റിനെ ഒരു കാലത്ത് ഈ നാടിൻ്റെ മതനിരപേക്ഷ ചേരിക്ക് വീഴ്ത്താൻ പറ്റും. അത് തന്നെയാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം. ഇതൊരു ചെറിയ തോൽവിയല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊരു ചെറിയ തോൽവിയാണെന്ന്? ഒരിക്കലുമല്ല. ഞങ്ങൾ വഴങ്ങില്ല. ഇത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച് വീണ്ടും ജനങ്ങൾ ഞങ്ങൾക്ക് അധികാരം തന്നാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രാഷ്ട്രീയ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭരണം അവരെന്ത് ചെയ്താലും ഈ രാജ്യത്തിന് കുഴപ്പമില്ല എന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. അത് കുഴപ്പമില്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം വേണ്ട പോലെ സമരങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. പ്രതിപക്ഷ കക്ഷികൾ ആഞ്ഞടിച്ചൊരു സമരത്തിന് വന്നാൽ, അവരുടെ ഒത്തൊരുമ ഉണ്ടായാൽ ഈ നാട്ടിൽ എന്തും സാധ്യമാണ്. പ്രതിപക്ഷമാണ് വിദ്യാർത്ഥികൾ. ഈ നാടിന്റെ പ്രതിപക്ഷമായിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തിന് ഈ രാജ്യം മുഴുവൻ പിന്തുണ നൽകി. രാജ്യത്തിനപ്പുറത്ത് ഭൂഖണ്ഡങ്ങൾ കടന്ന് ലോകം വരെ പിന്തുണ നൽകി. കാരണം അത് ഈ രാജ്യത്തിന്റെ ആവശ്യകതയായിരുന്നു. നമ്മൾ പിടിച്ചെടുത്തതാണ് ഈ വിജയം. അത് ചെറുതല്ല. ആ സമരത്തിന്, ആ ഒരു ഐതിഹാസിക പോരാട്ടം ഇന്ത്യൻ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ടി വരും. ഒരു കാലത്ത് നമ്മളുടെയൊക്കെ ഭാവി തലമുറ പഠിക്കും.
ഇങ്ങനെ ഒരു സമരം നടന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ രൂപകൽപ്പന ചെയ്തൊരു സമരം. അതെ, ആ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന CJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഭരണഘടന വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയൊന്നുമല്ല അത്. അതൊരാശയം, ഇങ്ങനെ ഒരു സംഭവം. യുവാക്കളെ വരൂ, പാറ്റകൾ ഇറങ്ങി, പാറ്റകൾ ഈ പറയുന്ന പോലെ അവരുടെ സംഘപരിവാരത്തിന്റെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ടാണ് അവിടുന്ന് കയറിപ്പോരുന്നത്. അത്രേ പറയാനുള്ളൂ. സംഘടിക്കൂ, ശക്തരാകൂ, ഉയർത്തെഴുന്നേൽക്കൂ. ഈ സമരം വിജയിക്കുന്നു. ആ സമരം വിജയിക്കുമ്പോൾ നമ്മളോട് മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ സമര നേതാക്കളോട് മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ കഴിഞ്ഞ ഇന്നിപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കുന്ന രീതിയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്നു. സമരത്തിന് വലിയ കരുത്ത് പകർന്ന SFIയുടെ നേതാവ് കൂടിയായിട്ടുള്ള ആയിഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് AKG സെൻറ്ററിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഇതേ സാഹചര്യത്തിലാണ് റാണ അയ്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അക്കൗണ്ടുകൾ ബാൻ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് പറയുകയുണ്ടാകുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നൊരു ചിത്രം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ആളുകളെ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചിരുന്ന ആളുകളെ എന്ത് ചെയ്യാണ്, ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, അവിടെ ഭക്ഷണം കൊടുത്ത ആൾക്കെതിരെ, അതായത് ഈ സമരത്തിൽ ഭക്ഷണം കൊടുത്ത ആൾക്കെതിരെ പോലും കേസെടുക്കുന്ന രീതിയിലേക്ക് ഈ കേന്ദ്ര സർക്കാർ മാറിയ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ തന്ന ഉറപ്പിനെ എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും? തീർച്ചയായിട്ടും അത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണത്. അപ്പം നിലവിൽ ഒരു മന്ത്രി രാജിവെച്ചു, കേസുകൾ പിൻവലിക്കും എന്നവർ രേഖാമൂലം നൽകിയില്ല, പക്ഷെ വാക്കാൽ കൊടുത്ത ഉറപ്പാണ്. അപ്പോൾ ഇന്ന് CJPയുടെ മുഖ്യ വക്താവ് സൗരവദാസ് അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേസുകൾ അസമിലും ബീഹാറിലൊക്കെ അവർ കേസെടുത്തുകൊണ്ടിരിക്കുക. കേസുകൾ തുടർന്ന് ഇതുപോലെ ഈ സമരത്തിന് നേതൃത്വമായവരുടെ പിറകെ വന്ന് അവരെ ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ ജന്തർ മന്ദറിലേക്ക് തിരിച്ച് കടന്നു വരാൻ ഈ പറയുന്ന പാറ്റകൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഒരു കോൾ വന്നാൽ മതി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സമരം നമ്മളത് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് പോകുന്നതല്ല. സമരം ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രതിരോധം ഉയർത്തേണ്ട സമയത്ത് പ്രതിരോധം ഉയർത്താൻ ആവശ്യമായുള്ള എല്ലാ സംവിധാനവും ഇന്ന് ഈ രാജ്യത്തിൻ്റെ യുവതയ്ക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന തല്ലാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മുമ്പിൽ നിന്ന് പൂക്കൾ കൊടുക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ? ജെൻസിക്കല്ലാണ്ട് വേറെ ആർക്ക് കഴിയും അത്? അവരുടെ മുമ്പിൽ നിന്ന് റീലുകൾ ചിത്രീകരിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? അതിന് കാരണം ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോപ്പുകൾ വെച്ച് നിങ്ങൾ അടിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ ജെൻസി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കയ്യിൽ മറുമരുന്നുണ്ട്. അവരത് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ സമരം തുടങ്ങുന്നതൊക്കെ ഓൺലൈനായിട്ടാണ് ഈ സമരം തുടങ്ങുന്നത്. ആ ഓൺലൈനായി തുടങ്ങിയ ഈ സമരത്തെ പൊളിക്കാൻ കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്തത് ഓൺലൈനായിട്ട് പൂട്ടുക എന്നുള്ളതായിരുന്നു. അതാണ് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ആയപ്പോൾ അതിനെയും ഓവർകം ചെയ്തുകൊണ്ട് കൃത്യമായ അപ്ഡേഷൻ ഓൺലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വക്താക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമരത്തിൽ നിൽക്കുന്ന പോരാളികൾക്കും കഴിഞ്ഞിരുന്നു. അതിനെങ്ങനെ, ഏത് രീതിയിലാണ് നിങ്ങളത് ഓവർകം ചെയ്തത്? അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ, ഗോദി മീഡിയ മാറി നിൽക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയ ഈ പറയുന്ന ജന്തർ മന്ദറിൻ്റെ സർവൈലൻസിൽ ഇവരുടെ IT മന്ത്രാലയം നേരിട്ട് നിരീക്ഷിക്കുകയായിരുന്നു കാര്യങ്ങൾ. അവിടെ നിന്ന് ഉയരാതെ ഒരു റീലുകളോ ഷോട്ടുകളോ ഒരു വീഡിയോകളോ അവിടെ നിന്ന് വരാതിരിക്കാൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മെറ്റ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരാതിരിക്കാൻ ഒരു വലിയ രീതിയിൽ ശ്രദ്ധ കാണിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 3-4 ദിവസങ്ങൾ മുമ്പ് നടന്ന വിഷ്വൽ അവിടെ നിന്ന് മാറി ആ പ്രദേശം തന്നെ വിട്ടുപോയതിന് ശേഷം വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഡിലേ ആയി വരികയാണ്. പക്ഷേ ഈ പറയുന്ന ആ കാര്യത്തിൽ അവിടെയുള്ള അവരുടെ വക്താക്കൾ കാണിച്ച അവരുടെ ഒരു മേന്മ, അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി കൂടെ അതാണ്. അവിടെയുള്ള മീഡിയകളെ മുഴുവൻ അവർ അറ്റ് എ ടൈം വിസിബിൾ ആക്കിയിരുന്നു. എന്നുവെച്ചാൽ നാഷണൽ മീഡിയകളെ, ഈ ഗോദി മീഡിയ അവിടെ ഉള്ളപ്പോഴും കേരളത്തിലെ മെയിൻ സ്ട്രീം ചാനലുകൾ അവിടെ ഉണ്ട്, പുറത്ത് കുഴപ്പമില്ലാത്ത ന്യൂസ് ചാനലുകൾ അവിടെ ഉണ്ട്. അവരെപ്പോഴും കണക്റ്റ് ടു കണക്റ്റ് സിസ്റ്റത്തിലൂടെ കൃത്യമായ കാര്യങ്ങൾ പുറത്തെത്തിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മീഡിയാസിനും കൂട്ടാൻ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല. അതുവഴി ആദ്യം വിവരങ്ങൾ വരികയും പിന്നീട് വിഷ്വലുകൾ പുറകെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ സംഭവം ആദ്യം ഇങ്ങനെ നടന്നു എന്ന് അറിയുമ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നു നമ്മുടെ സമൂഹത്തിൽ നിന്ന്. ഇപ്പോൾ നമുക്കറിയാം, അഭിജിത്തിൻ്റെ മുഖത്തേക്ക്
മഷി ഒഴിക്കുന്ന ഒഴിക്കുന്ന ഒരു രംഗമുണ്ട്. തീർച്ചയായിട്ടും അത് ആ മൊമെൻറ്റിൽ തന്നെ സ്പ്രെഡ് ആവുന്ന രീതിയിലേക്ക് ഏകദേശം അതിൻ്റെ ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ രംഗം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലേക്ക് ഉണ്ടായി. അപ്പോൾ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് ആ ഒരു സ്പേസിനെ എങ്ങനെയാണത് അത് ഓർക്കുന്നത്? മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അവരെന്നെ റെഡിയാക്കി വെച്ചിരിക്കുക. ഒന്നുമല്ല, ആ സമയത്ത് ഇപ്പം നിലവിൽ ജന്തർ മന്ദറിൻ്റെ ഒരു ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പറയുന്ന നെറ്റ് വർക്കിംഗ് വിഷയമുള്ളത്, UPI വിഷയമുള്ളത് എല്ലാം ഉള്ളത്. ഈ വിഷ്വൽ വന്ന ഉടനെ ഇത് പുറം മെയിൻ സ്ട്രീം മീഡിയകളിൽ ഇത് വരുന്നില്ല, അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന അഭിജിത് ദീപ്കയുടെ മുഖത്തടിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു തുടക്ക സമയത്ത്. അന്ന് നമ്മളൊക്കെ ഇവിടെ ലോകകപ്പിൻ്റെ ആഘോഷത്തിലിരിക്കുന്ന സമയത്തും നമ്മൾ ആ സമരം വീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് അഭിജിത് ദീപ്കയുടെ മുഖത്ത് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ആളുകളെ നുഴഞ്ഞു കയറ്റി മുഖത്തടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് പോലും ആ വിഷ്വല് അപ്ഡേറ്റഡ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു വിഷ്വൽ കിട്ടിയ ഉടനെ അവിടെ നിന്ന് മാറി ഇത് പോസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ അവർ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗുണകരമായിട്ട് പിന്നീട് എഫക്റ്റ് ചെയ്തു. കാരണം മെയിൻ സ്ട്രീം മീഡിയക്ക് കിട്ടാത്ത വിഷ്വലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അപ്പോഴേ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ജനങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള ജനങ്ങളും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അവിടെയുള്ള നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. മുഴുവനായിട്ടൊരു സർവൈലൻസിൻ്റെ അധീനതയിൽ അവർ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രയാസം അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും ഇതിനെല്ലാം മറികടന്ന് ഈ പറയുന്ന എല്ലാ വിഷ്വലുകളും മീഡിയാസിന് എത്തിച്ചുകൊണ്ടിരുന്നു. ഈ സമരം കഴിഞ്ഞു, സമരം വിജയം കണ്ടു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കേന്ദ്ര സർക്കാർ ഓരോ തരത്തിലുള്ളതാക്കി അങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇനിയും ഈ രീതിയിലേക്കുള്ള സമര പ്രക്ഷോഭങ്ങൾ തുടരാൻ ഉള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോഴും നമ്മൾ ഈ നേരത്തെ തുടങ്ങി വെച്ചെടുത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുകൂലിക്കുന്നവരുണ്ടാവാം, പ്രതികൂലിക്കുന്നവരുണ്ടാവാം. ഇതിൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവാം. അത്തരക്കാരോട് പറയാനുള്ള ഇത് ഈ അവസാനമായിട്ട് അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ അല്ലെങ്കിൽ ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അതിനെ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിലുള്ള എത്രയോ മനുഷ്യരുണ്ട്. അവരോടൊക്കെ ഹൃദയം നിറഞ്ഞ ആദരവുണ്ട്. പക്ഷെ അക്കാര്യത്തിലും ഈ നാടിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ നാട് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ യുവതയ്ക്ക് ഒരു പ്രതിസന്ധി മുന്നിൽ വന്ന ഘട്ടത്തിൽ ഇതിനെ പിന്തുണച്ച നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റീസ് ഒരുപാട് പേരുണ്ട്. അവർ ഈ സമയത്ത് നമ്മൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവരെ ആദരിക്കുകയാണ്. കാരണം അതവർക്ക് കൊടുക്കണം, ആ റെസ്പെക്റ്റ് കൊടുക്കണം. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ, ED നിൽക്കുമ്പോൾ, ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഭരണ സംവിധാനങ്ങൾ ഇങ്ങനെ തലക്കുമീതെ വട്ടൗട്ട് പറക്കുമ്പോൾ അതിനെ പേടിക്കാതെ നിലപാട് പറയാൻ കഴിയണം. അത് ചങ്കൂറ്റം അല്ലെങ്കിൽ ആത്മാഭിമാനം ഈ നാടിനോട് കൂറും വേണം. അങ്ങനെയുള്ള മനുഷ്യർക്ക് അത് പറയാൻ കഴിയൂ. അങ്ങനെയുള്ളവർ അത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവരെ അഭിമാനത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടിയിരുത്തിയിട്ട് അവരുടെ കൂടെ വിഷ്വലൈസിങ്ങിൻ്റെ ഏണിങ്സ് ഉണ്ടാക്കിയ കുറച്ച് ആളുകളുണ്ട്. അവർ ഈ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യായിക്കോ, അതിൽ തെറ്റില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ യുവത ഇന്നാട്ടിലൊരു പ്രതിഷേധ പോരാട്ടത്തിന് രാജ്യ തലസ്ഥാനത്ത് ഒത്തൊരുമിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്നിട്ട് കുത്താൻ ഒരാളെയും സമ്മതിക്കില്ല. നിങ്ങൾ ഈ രാജ്യത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ചെയ്ത്തായി പോയി അതെന്ന് ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അത് കേൾക്കുന്ന ഒരു മനുഷ്യൻ, നമുക്കൊക്കെ ഞാനത് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു വികാരം, ഇവരെ ഞാൻ അൺഫോളോ ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ചാറ്റ് ലിസ്റ്റ് എടുത്തു, അല്ല എൻ്റെ ഫോളോയിങ് ലിസ്റ്റ് എടുത്തു. ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തു. ആ പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ തയ്യാറല്ല, കാരണം അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. ഞാൻ ആ പേര് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് ഞാൻ അവരെ ഫോളോ പോലും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ദീർഘവീക്ഷണത്തെക്കുറിച്ച് ഞാൻ തന്നെ എനിക്കൊരു സല്യൂട്ട് അടിച്ചു. കാരണം ഇത്തരം വിഷയങ്ങളെ, ഈ നാട്ടിലെ സംവിധാനത്തെ പൊളിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ യുവതയെ ഒറ്റുകൊടുക്കുന്ന കുറേ ആളുകളെ, എന്നിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ അവർക്കെതിരെ നിലപാട് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ്റെ മകനെതിരെ എന്ന് അവർ പറയുന്നു. പക്ഷെ അവർ വന്ന് പറയാണ് നിങ്ങളൊരു ഫെയിൽഡ് ഡയറക്ടറാണെന്ന്. ആ പ്രിയപ്പെട്ട സഹോദരി ജനിക്കുന്ന സമയത്ത്, അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ നാടിൻ്റെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമ ഓടുന്നുണ്ട്. ആ സിനിമയ്ക്ക് പേര് കിരീടം എന്നാണ്. അതിലെ നായകന് പേര് മോഹൻലാൽ എന്നാണ്, മലയാളത്തിൻ്റെ മോഹൻലാൽ. ഞാൻ കൂടുതൽ പറയുന്നില്ല, മനസ്സിലായോ? എന്ന് വെച്ചാൽ അവരൊക്കെ അവർ ഞരമ്പിലോടാൻ തീരുമാനിക്കുമ്പോൾ വരമ്പിലോടിയ മനുഷ്യനോടാണ് അവർ പറഞ്ഞത് ഫെയിൽഡാണെന്ന്. അത് ഇത്രയേ ഉള്ളൂ. അവരുടെ നിലപാടുകളെ എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ, പൊളിറ്റിക്കൽ വ്യൂവിൽ നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നേക്കണം.
അവിടെ കയറിയിട്ട് ഡയലോഗ് അടിച്ചിട്ട് 4 ഫോളോവേഴ്സിനെ കൂട്ടാൻ കരുതരുത്. ശുദ്ധ തെമ്മാടിത്തരാണ് നിങ്ങൾ ചെയ്തത്. ഈ നാടിന്റെ യുവതയോട്, ഈ രാജ്യത്തിന്റെ യൂത്തിനോട് വീട്ടിൽ പോയിരിക്കാൻ പറയണം. ആരാണ് ഇവർ ഇത് പറയാൻ? വീട്ടിൽ പോയിരിക്കാൻ ഇവർക്ക് പറയാൻ എന്താ അവകാശം? ഇവർ എന്നിട്ട് ഇന്ന് അതിന് വെളുപ്പിച്ച് വന്നിരിക്കുകയാണ്. വെളുപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങളൊന്നും ഉദ്ദേശിക്കണമെന്നേ. നിങ്ങളെപ്പോലുള്ള രാജ്യത്തെ യുവതയെ, ഈ രാജ്യത്തിന്റെ ഭാവിയാവേണ്ട മനുഷ്യരെ പുറകിൽ നിന്ന് കുത്തുന്നവരെ കേരളം ചവിട്ടി പുറത്താക്കും. 4 ലക്ഷം ഫോളോവേഴ്സ് ഇടിഞ്ഞത്, അത് ഇനിയും കൂടും. നിങ്ങൾ എത്ര ഒലിപ്പിച്ചിട്ട് ഈ ജനങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ചിരിച്ചാലും നിങ്ങൾ ഈ പറഞ്ഞ കാവ്യവൽക്കരണത്തിന്റെ സംഘപരിവാരസം ഉണ്ടല്ലോ, ആ തികട്ടി വരുന്ന ആ സംഘപരിവാരസം, അത് നിങ്ങളെ മനസ്സിൽ വെച്ചേക്കണം. ഈ രാജ്യത്തിന്റെ യൂത്തിന് നേരെ അതെടുത്തിട്ട് നിങ്ങൾ പിടപ്പിക്കാൻ നിൽക്കരുത്. അത്രേ പറയാനുള്ളൂ. ഇത് നമ്മൾ വൈകാരികമെന്ന് എന്താണെന്നറിയോ? നമ്മൾ ഈ സമരഭൂമിയിൽ നിൽക്കുമ്പോഴാണ് ഇവർ ഇമാതിരി ഇവരുടെ ഡിപ്ലോമാറ്റിക് നിലപാട് കേരളത്തോട് വിളിച്ചു പറയുന്നത്. നമ്മൾ ആ സമരഭൂമിയിൽ നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ നട്ടല്ലില്ലാത്ത ഡിപ്ലോമാറ്റിക് നിലപാട് ഇവിടെ വെള്ളപൂശാൻ കിടക്കുന്നത്. എത്ര പൈസ വാങ്ങി എന്നേ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചോദിക്കാനില്ല. നിങ്ങൾക്ക് നല്ല ഫണ്ടിങ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഈ നാടിന് മൊത്തം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാറിന് വെളുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 28,000 രൂപ ഒരു റീലിന് വെച്ച് തരാമെന്ന് ഈ പറയുന്ന കേരളത്തിൽ സംഘപരിവാറിന് വെള്ളപൂശുന്ന പല ഏജൻസികളും നമ്മുടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞത് രാജ്യത്ത് ഒറ്റ കൊടുത്തിട്ടുള്ള ഒരു നിലപാട് ഒരു കാലത്തും സ്വീകരിക്കില്ല. അപ്പോൾ അവർ നമ്മൾ ഭീഷണിയുടെ സ്വരത്തിൽ നമ്മളോട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഈ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ നിന്റെയൊക്കെ അക്കൗണ്ട് പോകും. ഞാൻ അവരോട് സ്നേഹത്തോടെ പറയുന്നു, അക്കൗണ്ട് പോട്ടെ. കാരണം പറയാലോ, എൻ്റെ രാജ്യത്തിനെതിരെ ഒരു നിലപാട് പറയാതെ ആത്മാഭിമാന ബോധത്തോടെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ യുവതയ്ക്ക് വേണ്ടി 2 വാക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് വേണ്ടി ജന്തർ മന്ദറിന്റെ സമരവീതിയിൽ 4 വരി മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് എൻ്റെ ഇത്രയും കാലത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോകളൊക്കെ ഇട്ട് അക്കൗണ്ട് പോയതെന്ന് നാളെ എന്നോട് ഈ അക്കൗണ്ട് എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാലോ, അത് ആത്മാഭിമാന ബോധം, എൻ്റെ രാജ്യത്തോട് എനിക്കുള്ള കൂറ്. അല്ലാതെ ഈ നാട്ടിൽ എല്ലാ സുഖവാസങ്ങളോടെയും ഈ കണ്ട എല്ലാവരുടെയും പ്രിവിലേജും പറ്റിയിട്ട് AC മുറിയിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്ന നിങ്ങൾക്കത് പറഞ്ഞ മനസ്സിലാവില്ല. അതിന് കാരണം ഈ രാഷ്ട്രത്തെക്കുറിച്ചൊരു ബോധം വേണം. അതിനാദ്യം ജനാധിപത്യത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് ഈ വക സംവിധാനങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ നിലപാട് പറഞ്ഞത്. മനുഷ്യനാവണം ആദ്യം, മനുഷ്യത്വം ഉണ്ടാവണം ആദ്യം. അപ്പൊ ഈ പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂറുണ്ടാവും. നിങ്ങൾക്ക് അതില്ലാത്തടത്തോളം കാലം ഈ രാജ്യത്തിന്റെ യൂത്തിനെ നിങ്ങൾ ഉപദേശിക്കാൻ വരണ്ട. നിങ്ങളോടത്തേ പറയുള്ളൂ. കടക്കു പുറത്തുനിന്ന് നിങ്ങളോട് കേരളം പറഞ്ഞു, ഇനിയും പറയും. നിങ്ങൾ ഈ ചിരിച്ച് എത്ര കണ്ട് ഇനി നിങ്ങളുടെ വീഡിയോ ആയിട്ട് വന്നാലും കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരും നിങ്ങളെ ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറകിൽ നിങ്ങളെ കാണും. കാരണം അത്രമേൽ വികൃതമാക്കപ്പെട്ടു നിങ്ങളുടെ മുഖം. നിങ്ങൾ ഇങ്ങനെ രാജ്യത്തിന്റെ വിദ്യാർത്ഥികളെ ഒറ്റ കൊടുക്കരുതായിരുന്നു എന്ന ഈ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ പേര് പറയാത്തതിന്റെ കാരണം നിങ്ങളത് അർഹിക്കുന്നില്ല.